ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അവിടെ മുത്തുമണികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പി രാമചന്ദ്രൻ്റെ സുന്ദരവും മനോഹരവും അർത്ഥപൂർണവുമായ ഒരു കവിത ഉണ്ടല്ലോ, ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്ന കവിത. ഈ കവിത ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് സെറ്റാക്കിയാലോ? ഈ കവിതയും സെറ്റാക്കാം, ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പഠിച്ച് സെറ്റാവാം. ഓക്കെ, റെഡിയാണോ എല്ലാവരും? അപ്പം നിങ്ങളുടെ പരീക്ഷയ്ക്ക് സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതീവ പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണ്ട ഒരു വിഷയം തന്നെയാണ് മലയാളം. അതിന് പ്രാധാന്യത്തോടെ നോക്കിക്കാണ്ട ഒരു പാഠഭാഗം തന്നെയാണ് ഏത് എന്ന് പറയുന്നത് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്ന പി രാമചന്ദ്രൻ്റെ കവിത. പ്രകൃതി ബോധവും പ്രകൃതി സ്നേഹവും ആധുനിക കാലത്ത് പ്രകൃതി നശിപ്പിക്കുമ്പോഴുണ്ടാവേണ്ട നമ്മുടെ മനോഭാവവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായി നമ്മെ പഠിപ്പിക്കുന്ന, ആധുനിക കാലത്ത് പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ചേർത്തു പിടിക്കേണ്ടതിൻ്റെ, കച്ചവട സാമ്രാജ്യം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രകൃതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം പ്രകൃതിയിൽ നിന്ന് വിട്ടുപോവുകയല്ല, മറിച്ച് വീണ്ടും പ്രകൃതിയിലേക്ക് തിരികെ വരണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സുന്ദരമായ സമകാലിക പ്രസക്തിയുള്ള മനോഹരമായ കവിതയാണ് പി രാമചന്ദ്രൻ്റെ ഏതു മക്കളെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. അല്ല മക്കളെ, ഇപ്പം നമ്മൾ ഈ കവിത തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് വരികൾ എഴുതി കാണിക്കുന്നുണ്ട്. എന്താ അതാ വരികൾ? ജൈവ നദീതീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർത്ത് നാം ഇളവേൽക്കുന്നു അല്ലേ? ഡിജിറ്റൽ ഗ്രാമങ്ങൾ എന്താണ് മക്കളെ? ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ സാങ്കേതികത, പുതിയ നൂതന സാങ്കേതികത അല്ലേ? ടെക്നോളജിയാ എന്ന് പറയല്ലേ, ടെക്നോളജിയാ അല്ലേ? ഈ ടെക്നിക്കൽ പരമായിട്ട് നാം ഉയർന്നു വരികയാണ്. ഐഫോൺ ഏത് ബ്രാൻഡ് ഇറക്കി അല്ലേ? 70 Pro മാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് മാറ്റം വന്നു? അല്ലെങ്കിൽ സാംസങ് ഏത് ഫോൺ ഇറക്കിയത്, എത്ര GB ഉണ്ട്, എത്ര റാം ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗ്രാമങ്ങൾ പോലും എന്തായി മാറുന്നു? ഡിജിറ്റലായി മാറുന്നു. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി സ്നേഹം, മാനവിക ബോധം എല്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കവിതയാണ് ഏത്? ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്ന ഈ സുന്ദരമായ കവിത. ഇപ്പം നമുക്ക് ഈ കവിത അങ്ങ് പഠിച്ചാലോ മക്കളെ? സെറ്റല്ലേ? ഓക്കെ അല്ലടാ? അപ്പം നമുക്ക് ഈ കവിതയിലേക്കൊന്ന് പെട്ടെന്ന് കടന്നു പോകാം. പി രാമചന്ദ്രൻ്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം. എങ്ങനെ കവിത സ്റ്റാർട്ട് ചെയ്യുന്നേ? കവി ബത്തേരിയിലെ മലങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് സുഹൃത്തിൻ്റെ വാടക വീട്ടിൽ താമസമാണ്. ഈ സുഹൃത്തിൻ്റെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ കവി ഒരു കാഴ്ച കാണുന്നു. എന്ത് കാഴ്ചയാണ്? മനോഹരമായ ഒരു പ്രകൃതി ഭംഗി. പ്രകൃതിയുടെ മനോഹാരിത കണ്ട് കവിയുടെ കണ്ണ് അന്താളിച്ചു പോവുകയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രകൃതി, വാട്ട് എ ബ്യൂട്ടിഫുൾ നാച്ചർ അല്ലേ? കവി പറയാണ്, എന്ത് മനോഹരമായ പ്രകൃതിയാണ് ഇത്. കവി സുഹൃത്തിൻ്റെ വാടക വീട്ടിൻ്റെ ഉമ്മറത്തിരുന്ന്, വരാന്തയിലിരുന്ന് ഇങ്ങനെ ചായയോ അല്ലെങ്കിൽ പത്രമോ എന്തെങ്കിലും കയ്യിലുണ്ടാവും, അതൊക്കെ ഒന്ന് കുടിച്ചോ വായിച്ചോ ഇരിക്കുകയാണ്. എന്ത് കാണുകയാണ്? പ്രകൃതി സുന്ദരമായ കാഴ്ച കാണുകയാണ്. അതാണ് കവിതയുടെ തുടക്കം എന്ന് പറയുന്നത്. എന്താണ്? ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം അല്ലേ? സുഹൃത്തിൻ്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് എന്ത് കാണുകയാണ്? നെൽപ്പാടം ഇങ്ങനെ കാണുകയാണ്. മനോഹരമായൊരു ഗ്രാമം. കവിയ കാഴ്ച കണ്ടു. പിന്നെന്താണ്? കണ്ണ് നിറഞ്ഞു. ഹായ്, എൻ്റെ കണ്ണ് നിറഞ്ഞു. കവിയുടെ എന്ത് നിറഞ്ഞു? കണ്ണ് നിറഞ്ഞു. അത്രയും മനോഹരമായ, അത്രയും കണ്ണിന് കുളിർമ നൽകുന്ന ആ കാഴ്ച കണ്ടപ്പോൾ കവിക്ക് എന്ത് തോന്നി? ഗൃഹാതുരത്വം, പ്രകൃതിയോടുള്ള അതീവ സ്നേഹം കവിയുടെ ഹൃദയത്തിൻ്റെ ഉൾനട്ടിൽ നിന്നും പുറത്തേക്ക് നിർഗളിച്ചു. കവി പറയുകയാണ്, എൻ്റെ കണ്ണ് നിറഞ്ഞു. സുന്ദരമായ കാഴ്ച. വയലാറിൻ്റെ ഒരു കവിതയുണ്ട്, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇനിയൊരു ജന്മം കൂടി. ഈ മനോഹരമായ ഈ തീരത്ത്, ഈ ലോകത്ത് എനിക്കൊരു ജന്മം കൂടി തരണമെന്ന് വയലാർ സിനിമയിൽ പാടിയതുപോലെ കവി ഈ സുഹൃത്തിൻ്റെ വാടക വീട്ടിലിരുന്നു കൊണ്ട് ആ പ്രകൃതി രമണീയമായ കാഴ്ച കണ്ടപ്പോൾ കണ്ണ് നിറയുകയാണ്. ആ മനോഹരമായ കാഴ്ച, ആ സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടതുകൊണ്ട്. ഞാറ്റടിപ്പച്ച, ചാറ്റൽ മഴ ചേറിൻ ചൂര്, പോത്തുപൂട്ടും കുറുമർ, കാക്കകൾ കൊക്കുകൾ അല്ലേ? കവി ഉണർന്നു. കവി എന്തൊക്കെ കാഴ്ചകൾ കാണുന്ന മക്കളെ? ഞാറ്റടിപ്പച്ച. ഞാറ്റടിപ്പച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? ഞാറ്. ആ ഞാറില്ലേ, വയൽ, ആ വയലിൻ്റെ നെൽപ്പാടങ്ങളുടെ പച്ച നിറം കണ്ടു. പിന്നെയോ
ചാറ്റൽ മഴ. ആ കാഴ്ച കാണുമ്പോൾ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. ചേറിൻ ചൂര്, ചെളിയുടെ മണം, ചെളി കാണുന്നുണ്ട് വയലിലെ. പിന്നെയോ പോത്തിൻ്റെ കൂട്ടം അല്ലേ. പോത്തിന് എന്തിനാണ് ആ പാടത്ത് കാണുന്നത്? ഒന്നെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും കളകൾ പറിച്ചു തിന്നാൻ വേണ്ടി ആക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്താണ് ട്രാക്ടറിന് പകരം ഇപ്പോഴത്തെ ട്രാക്ടർ ഈ കണ്ടമൊക്കെ ഈ വയലൊക്കെ ഉഴുതുമറിക്കാൻ വന്നത്. പണ്ടേ കാളക്കൂട്ടന്മാരും പോത്തുകൂട്ടന്മാരും വന്നിട്ടാണ് കലപ്പ ഉപയോഗിച്ച് പാടങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഉഴുതുമറിക്കുക. ഇപ്പോൾ വയൽ എന്ത് കാണുന്നുണ്ട്? നെൽപ്പാടങ്ങളിൽ പോത്തുകൂട്ടം കാണുന്നുണ്ട്. ആ പോത്തിനെ മെയ്ക്കുന്ന ആരുണ്ട്? കുറുമർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിലെ ഗോത്ര വിഭാഗത്തിലെ ആൾക്കാരുമുണ്ട്. കാക്കകളുണ്ട്, കൊക്കുകളുണ്ട് അല്ലേ. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നൊരു ചൊല്ലില്ലേ. ഇപ്പം കാക്കകളുണ്ട്, കൊക്കുകളുമുണ്ട്. പിന്നെയോ കവി ഉണർന്നു. നിങ്ങൾ ഈ പാടത്തിൽ കൊക്ക് നിൽക്കുന്ന കണ്ടേ? ഒറ്റക്കാലിൽ നിൽക്കുക കൊക്ക്, ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കും. അതൊരു സാഹസികമായ നൃത്തമാണല്ലേ. അതേപോലെ കാക്കകളും കൊക്കുകളും അവിടെയുണ്ട്. ഇപ്പം ഈ വയലിലെ കാഴ്ച കണ്ടിട്ട് ഈ കവി ഉണരുകയാണ്. എന്ത് മനോഹരമായ ഗ്രാമഭംഗിയാ ഇത്. കവി ഉണർന്നു. ഇപ്പം എന്തൊക്കെ കാഴ്ചകളാണ് മക്കളെ കണ്ടത്? ഞാറ്റടിപ്പച്ച കണ്ടു, ചാറ്റൽ മഴ കണ്ടു, ചേറിൻ ചൂര് കണ്ടു, പോത്ത് പൂട്ടും അല്ലേ. പോത്തിനെ പൂട്ടുന്ന ആരുണ്ട്? കുറുമർ എന്ന് പറയുന്ന ജാതിക്കാരുണ്ട്. കാക്കകളുണ്ട്, കൊക്കുകളുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ആരുണരുകയാണ് മക്കളെ? കവി ഉണരുകയാണ്. കവി ഉണർന്നു. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്ന് കിടക്കയല്ലേ മലനാട്ടുമണ്ണ്. എന്താണ് മക്കളെ? മലനാട്ടുമണ്ണ്. മലനാട്ടു മണ്ണ് വെച്ചാൽ മലയുടെ നാടിൻ്റെ മണ്ണ് അല്ലേ. അത് ബത്തേരിയിലെ മലങ്കര എന്ന് പറയുന്ന സ്ഥലം, അതായത് കേരളം എന്ന് കൊടുക്കുക. മലനാട്ടുമണ്ണ്, കേരളം ഇങ്ങനെ സുന്ദരമായി കിടക്കുകയാണ്. എങ്ങനെ? മനയോല തേച്ച് മുഖം കാട്ടി, മനയോല തേക്കുക അല്ലേ. എന്നിട്ട് മുഖം കാട്ടി ചുട്ടിക്കു മലർന്ന് കിടക്കയല്ലേ എന്ത്? മലനാട്ടുമണ്ണ്. ഇത്രയും കേരളത്തിൻ്റെ സൗന്ദര്യത്തെ, ആ മലങ്കര എന്ന് പറയുന്ന ആ സ്ഥലത്തെ സൗന്ദര്യത്തെ കവി വർണ്ണിക്കുകയാണ്. ആ ഞാറിൻ്റെ പച്ച നിറം അല്ലേ, ആ നെൽപ്പാടത്തിൻ്റെ പച്ച നിറം, കാക്കകളും കൊക്കുകളും പോത്തും കൂട്ടങ്ങൾ, പിന്നെ ചെളി, പിന്നെ ചാറ്റൽ മഴ, അവിടെ പോത്തിനെ കൂട്ടുന്നാരുണ്ട്. കുറുമർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽ ഗോത്ര ആൾക്കാരുണ്ട്. ഇവരൊക്കെ കാണുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെയാണ് കവി ഈ മലനാട്ടുമണ്ണി എന്ന പദപ്രയോഗത്തിലൂടെ എടുത്തുയർത്തി കാണിക്കുന്നത്. ഇപ്പോൾ കവി കാഴ്ചകൾ കണ്ടപ്പോൾ അത്യധികം സന്തോഷിക്കുകയാണ്. ഇത് മനോഹരമായ ഒരു കാഴ്ചയാണല്ലോ ഇത്. പ്രകൃതി അങ്ങനെയല്ലേ, ഇത് മനോഹരമാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. അത്രയും നമ്മൾ ഈ പാട്ടില്ലേ, മാണിക്യച്ചിറകുള്ള മരത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, ആ ഒരു പാട്ട് കേട്ടിട്ട് വന്നു മലനിര ഓ കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും. സിനിമയിൽ പോലും പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരുപാട് സിനിമാ പാട്ടുകളുണ്ട്. അതേപോലെ പ്രകൃതിയെ വർണ്ണിക്കുകയാണ് നമ്മുടെ ഈ കവിതയിലെ ബത്തേരിക്കടുത്ത് മലങ്കര എന്ന് പറയുന്ന ഈ കവിതയിലെ ആദ്യത്തെ ഈ ഭാഗത്തിലൂടെ കവി ചെയ്യുന്നത്. ആ സുന്ദരമായ നെൽപ്പാടത്തിൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ കവി പ്രകൃതിയെ വർണ്ണിക്കുകയാണ്. ക്യാമറ തുടരെ ക്ലിക്കി. നമ്മുടെ സ്വഭാവം ഫോൺ എടുക്കുമല്ലേ, എന്നിട്ട് എന്ത് ചെയ്യും? ചീച്ചി ഇങ്ങനെ ഫോൺ വിളിക്കും അല്ലേ, ഫോൺ എടുക്കും. ഈ ഫോൺ എടുത്ത് നമ്മൾ ഓരോ ഫോട്ടോ ഇങ്ങനെ എടുക്കും. അതേപോലെയാണ് ഈ മനോഹരമായ ദൃശ്യം കണ്ടപ്പോൾ കവി നമ്മളെ പോലെ തന്നെ ഫോൺ എടുത്ത് അതൊക്കെ ഇങ്ങനെ ക്യാമറയിൽ എന്തെടുത്തു? ഫോട്ടോ എടുത്തു. ക്യാമറ തുടരെ ക്ലിക്കി. പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ. അതായത് പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. ഒരുപക്ഷെ കവി തൻ്റെ കവിതകൾ വിറ്റുകൊണ്ട്, തൂലിക കവിത എന്ന കഴിവ്, ഈ കവിതകൾ വിറ്റുകൊണ്ട് നേടിയ പൈസ കൊണ്ടായിരിക്കാം ഈ ഫോൺ വാങ്ങിയത്. അല്ലെങ്കിൽ എഴുത്തിനേക്കാൾ, തൂലികയേക്കാൾ, ബുക്കിനേക്കാൾ പ്രാധാന്യം മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്ന ഈ കാലഘട്ടമായിരിക്കാം. ഈ വരിയെ നമുക്ക് ഒരുപാട് തലങ്ങളിലേക്ക് മക്കളെ കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ. ക്യാമറ തുടരെ ക്ലിക്കി. ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ, ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു. ക്യാമറ എടുത്ത് ആ നെൽപ്പാടത്തിൻ്റെ സുന്ദരമായ കാഴ്ച ക്യാമറയിൽ ഫോട്ടോ എടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു? ഉടനെ അപ്ലോഡ് ചെയ്തു, കയറ്റി അയച്ചു. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാകാം, വാട്സപ്പിലാകാം, ട്വിറ്ററിലാകാം, ഫേസ്ബുക്കിലാകാം, യൂട്യൂബിലാകാം. എവിടെയൊക്കെ കവി എന്ത് ചെയ്തു? ഈ ഫോട്ടോ കയറ്റി അയച്ചു. ഒരു പക്ഷേ നമുക്കത് വാട്സപ്പിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാക്കാം. കവി ഈ മനോഹരമായ ദൃശ്യം കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഫോൺ എടുത്ത് അത് ഫോട്ടോ എടുത്ത് എന്ത് ചെയ്തു? അത് കയറ്റി അയച്ചു.
അത് വാട്സപ്പ് സ്റ്റാറ്റസോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ ഫേസ്ബുക്കിൽ സ്റ്റോറി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ കവി ആധുനിക തലമുറയിൽപ്പെട്ട നമ്മളോട് സ്വഭാവം കാണിക്കുകയാണ്. ഉടനെ തന്നെ ഫോൺ എടുത്ത് ആ ഫോട്ടോ എടുത്ത് എന്ത് ചെയ്തു, ക്ലിക്ക് എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തു. ആൾക്കാർ കാണാൻ വേണ്ടി, ഈ മനോഹരമായ കാര്യം ആൾക്കാർ കാണാൻ വേണ്ടി, തനിക്ക് പ്രശംസകൾ, തനിക്ക് കമൻറ്റുകൾ, തനിക്ക് ലൈക്കുകൾ കിട്ടാൻ വേണ്ടി കവി എന്തു ചെയ്തു മക്കളെ, ഈ ഫോട്ടോയിൽ എന്ത് ചെയ്തു, കയറ്റി അയക്കുകയാണ്. വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ, വയനാട്, ഇല്ല പോയിട്ടില്ല പച്ചകൾ, തൂങ്ങിയിട്ടില്ല കർഷകർ, ഉണ്ട് ചിലതെങ്കിലും ബാക്കി, ഈ ചിത്രം സാക്ഷി. അല്ല മക്കളെ, വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ, അല്ലേ? കമൻറ്റുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ പിറകെ എന്ത് വരുന്നുണ്ട്, തിരുതകൃതിയായി ചാറ്റിങ്ങും വരുന്നുണ്ട്, ചാറ്റൽ, അല്ലേ? ഹായ്, മനോഹരമായ പിക്ചറാണല്ലോ. ഇവർ ചാറ്റ് ചെയ്യാം, മെസ്സേജ് അയക്കുന്നവരോട് വീണ്ടും ചാറ്റ് ചെയ്യാം. ഇപ്പം ഇദ്ദേഹത്തിന് ആധുനിക ലോകത്ത് ഈ പ്രകൃതിയുടെ ഭംഗി പോലും വിറ്റ് കാശാക്കുന്ന, പ്രകൃതിയുടെ ഭംഗിയെ പോലും തൻ്റെ സ്റ്റാറ്റസിലും സ്റ്റോറിയിലും മറ്റുള്ളവർ അറിയിച്ചുകൊണ്ട് ആ പ്രകൃതി ഇല്ലാതാക്കാൻ വേണ്ടി പോലും നിൽക്കുകയാണ് ഇന്നത്തെ തലമുറ. നമ്മൾ അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ടൂറ് പോവും. അവിടെ ടൂറ് പോകുമ്പം കാണുന്ന കാഴ്ച എന്ത് ചെയ്യും, ഫോണിൽ ഫോട്ടോ എടുക്കും. നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ കാണും, ഹായ് സൂപ്പർ സ്ഥലം, നീ ഇത് കണ്ടല്ലേ, നമ്മൾ എന്ത് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മൾ സന്തോഷത്തോടു കൂടി ഹായ് ഞാൻ ഈ സ്ഥലം കണ്ടടാ, നമ്മൾ മിടുക്കറായി നിൽക്കും. കുറേ കഴിയുമ്പം ഈ കച്ചവട മുതലാളിമാർ വന്നിട്ട് ഈ സ്ഥലമൊക്കെ കയറി അവിടെ ഹോട്ടലോ റിസോർട്ടോ എന്തെങ്കിലും അല്ലേ കെട്ടിപ്പണിത് ഉയർത്തി ആ പ്രകൃതി ഭംഗി ഇല്ലാതാക്കും. അത്തരത്തിൽ കച്ചവട താല്പര്യത്തിൻ്റെ പുറകെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന പ്രകൃതി ഭംഗിയൊക്കെ കുറിച്ച് സംസാരിക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ ചെയ്യുന്നത്. വയനാട്, ഇല്ല പോയിട്ടില്ല പച്ചകൾ, തൂങ്ങിയിട്ടില്ല കർഷകർ, ഉണ്ട് ചിലതെങ്കിലും ബാക്കി, ഈ ചിത്രം സാക്ഷി. ഇപ്പം കമൻറ്റുകൾ എന്തൊക്കെയാണ് വരുന്നേ? ഈ വയനാട് ഒരു കമൻറ്റ്, വയനാട് കവിയുടെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ. പിന്നെയോ, ഇല്ല പോയിട്ടില്ല പച്ചകൾ പോയിട്ടില്ലെന്ന് മറ്റൊരാൾ പറയാം. തൂങ്ങിയിട്ടില്ല കർഷകരൊന്നും മരിച്ചിട്ടില്ലല്ലോ, ഈ നെൽപ്പാടങ്ങൾ അവിടെ ഉണ്ടല്ലോ. വേറൊരു ചാറ്റിൽ വരാം, ഉണ്ട് ചിലതെങ്കിലും ബാക്കി. പിന്നെ നന്മമരങ്ങളായ കമൻ്റ് ഇടുന്ന ആൾക്കാർ, കമൻ്റോളികൾ കമൻ്റ് ഇടാൻ തുടങ്ങി ഈ കവിയുടെ ഈ സ്റ്റോറിക്ക് അല്ലെങ്കിൽ ഈ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടതിന്, ഈ ചിത്രം സാക്ഷി. ഇപ്പം ഇത്തരത്തിൽ കമൻറ്റുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. മാഷേ നമുക്കെന്തെങ്കിലും ചെയ്യണം, നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം, ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റ് വരും, അല്ലേ? കവി ചോദിക്കുക. കവിയിൽ എന്ത് വന്നു മക്കളെ? ബിസിനസ് മൈൻഡ് വന്നു. മാഷേ, കവി അടുത്തുള്ള ആളോട് പറയുകയാണ്, മാഷേ നമുക്കെന്തെങ്കിലും ചെയ്യണം, അല്ലേ? ഈ പ്രകൃതി ഭംഗിയെ നശിപ്പിക്കാതിരിക്കാൻ, ഈ പ്രകൃതി ഭംഗിയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാണ്. നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരു തുണ്ട് പച്ചപ്പെങ്കിലും ബാക്കിയാക്കണമെന്ന് കവി പറയുകയാണ്. ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റ് വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതിയെ ചേർത്ത് നിർത്തണം, പ്രകൃതിക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവസാനം ആ കവി തൻ്റെ മനസ്സിലെ ആ കച്ചവട ബുദ്ധിയോടുകൂടി പറയുകയാണ്, ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും, ഈ വീടും സ്ഥലവും എത്ര സെൻറ്റ് വരും. അല്ലടാ, നല്ലതിനെയൊക്കെ നശിപ്പിച്ച് കളയുന്ന ആധുനിക മനുഷ്യൻ്റെ പ്രവണതയല്ലടാ ഇത് പറയണേ. ഈ കവി പറയണേ, ഈ വീടും സ്ഥലവും എത്ര സെൻറ്റ് വരും? എന്തിനാ? ഈ മനോഹരമായ സ്ഥലം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. അല്ല, ഇത് നികത്തി റിസോർട്ട് ഹോട്ടലുകൾ പണിയാൻ വേണ്ടി, അല്ലേ? വിദേശത്തു നിന്നും വരുന്ന സായിപ്പന്മാർക്കും അധാമമാർക്കും കിടന്നുറങ്ങാനും കുളിച്ചുരസിക്കാനും സ്പാകളും റെസ്റ്റോറൻറ്റും ഹോട്ടലുകളും പണിയാൻ വേണ്ടി അവരെന്തു ചെയ്യുന്നു? ഈ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഇടിച്ച് തകർത്ത് അവിടെ സ്പാകളും റെസ്റ്റോറൻറ്റും ഹോട്ടലുകളും കിട്ടുന്നു. ആധുനിക കാലത്ത് ഭംഗിയുള്ള പ്രകൃതിയെ നശിപ്പിക്കാൻ ഉതകുന്ന താല്പര്യബോധത്തിൻ്റെ ചിന്താധാരയാണ് ഈ സംസാരം എന്ന് പറയുന്നത്, ഈ വാക്കുകൾ, ഈ വരികൾ എന്ന് പറയുന്നത്. എന്താണ്? ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റ് വരും? ഈ ഭൂമി വിലയ്ക്ക് വാങ്ങി വിൽക്കാനുള്ള, ഈ ഭൂമിയെ ഇല്ലാതാക്കാനുള്ള കച്ചവട തന്ത്ര കുതലതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ വരികളിൽ. ഓക്കെ, അടുത്ത വരി നമുക്ക് നോക്കാം. നാട്ടിൽ വരുമ്പോൾ, മക്കളെ കാണുന്നില്ലേ? ഓക്കെ, നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം, അല്ലേ? നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരുപാട് വർഷക്കാലം അവിടെ ജോലി ചെയ്ത് നാട്ടിലൊരു വീടും സ്ഥലവും ഒക്കെ എടുത്ത് ഇങ്ങനെ വിശ്രമ ജീവിതം ആനന്ദകരമാക്കണമെന്ന്. അതേപോലെ കവി പറയുകയാണ്, നാട്ടിൽ വരുമ്പോൾ
ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ഇങ്ങനെ ചാരിയിരിക്കണം. മാഷ് ചോദിക്കൂ എത്ര കൊടുക്കണം? ആട്ടെ എത്ര കൊടുക്കണം മാഷ്? നിങ്ങളൊന്ന് ചോദിക്കൂ വീട്ടുകാരോട്, എത്ര പൈസ കൊടുത്താൽ ഈ വീടും സ്ഥലവും എനിക്ക് തരും? ആധുനിക കാലത്തെ മനുഷ്യരുടെ സ്വഭാവമാണ്. പ്രകൃതി ഭംഗിയെ പൈസ കൊടുത്ത് വാങ്ങി അതിനെ നശിപ്പിക്കാനുള്ള സ്വാർത്ഥ മനോഭാവത്തിൻ്റെ ചിന്താധരണയാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം. മാഷ് ചോദിക്കൂ എത്ര കൊടുക്കണം? ഇപ്പോൾ ഞാൻ അനേകരാണ്. ഈ മലങ്കര 7 വൻകരയുമാണ്. ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ. ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു, പറയൂ മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്ചരെ, നിങ്ങൾ ആകെ എത്ര ജീവി? അല്ലേ? എന്താ പറയണേ? ഇപ്പോൾ ഞാൻ അനേകരാണ്. കവി പറയാണ് ഇപ്പോൾ ഞാൻ അനേകരാണ്. ഈ മലങ്കര 7 വൻകരയുമാണ്. കവി പറയാണ് ഞാൻ ഒരാളല്ല കേട്ടോ, ഞാൻ ഒരാളല്ല, ഞാൻ അനേകരാണ്. ഈ മലങ്കര 7 വൻകരയുമാണ്. ഈ മലങ്കര എന്ന് പറയുന്ന സ്ഥലമില്ലേ, മലങ്കര എന്ന് പറയുന്ന സ്ഥലം ഒരു സ്ഥലം മാത്രമല്ല, അത് 7 വൻകരയാണ്. നമ്മുടെ വൻകരകളിൽ 7 വൻകരകളാണ്. അവിടെയുള്ള മനുഷ്യരുടെ സ്വഭാവമാണ്. ഇപ്പോൾ കവി ഒറ്റക്കല്ല അനേകരാണ്. ഒരുപാട് ഇതേപോലെ പ്രകൃതി നശിപ്പിക്കാനുള്ള മനസ്സുള്ള ആൾക്കാരുടെ പ്രതീകമാണ് കവി. ഇത് മലങ്കരയല്ല, 7 വൻകരയുമാണ്. ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ ആണ്. ഈ വരാന്ത എന്ന് പറയുന്നത് ആ ബത്തേരിക്കടുത്തുള്ള മലങ്കരയിലെ വാടക വീടിൻ്റെ വരാന്തയല്ല. ഇത് ലോകം മുഴുവനുമുള്ള കച്ചവട ബുദ്ധിയുള്ള ആൾക്കാരുടെ വരാന്തയാണ്. ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ശക്തി മനുഷ്യന് ഫോണിൽ വന്നിരിക്കുന്നു. അവിടെ നിന്ന് മനുഷ്യൻ ലോകത്തെ കാണാൻ സാധിക്കും. ഇപ്പോൾ കവി എവിടെയാണ്? ആ വീടിൻ്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് ചാറ്റ് ചെയ്യുകയാണ്. ഈ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ, ലോകത്തിൻ്റെ 7 വൻകരയിലുള്ള ആൾക്കാർ മെസ്സേജ് അയക്കുകയാണ്. ജിദ്ദയിലും ഷാർജയിലും സിംഗപ്പൂരിലും ന്യൂയോർക്കിലും ഇരുന്നു കൊണ്ട് ആൾക്കാർ മെസ്സേജ് അയക്കുകയാണ്, ഈ സ്ഥലം കൊടുക്കാനുണ്ടോ വിൽക്കാനുണ്ടോ എന്ന് പറഞ്ഞ്. പ്രകൃതിയിലേക്ക് നാം കൈയടക്കി വാഴുന്ന കാലഘട്ടം. സൗന്ദര്യവും സ്നേഹവും നന്മയുമെല്ലാം ഫോണിൽ ഡിജിറ്റലൈസേഷൻ ആകുന്ന കാലഘട്ടം. ഇപ്പോൾ സൗന്ദര്യമെല്ലാം ലോകത്തിൻ്റെ വിരൽത്തുമ്പിലാണ്. 7 ഇഞ്ച് ടച്ച് ഫോണിൻ്റെ സ്ക്രീനിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ലോകത്തെ കാണാൻ പറ്റുന്നു. ആ ആശയങ്ങളാണ് ഈ വരിയിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ അനേകരാണ്. ഇദ്ദേഹം ഒരാളല്ല. ഇതൊക്കെ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും വന്നു. ഈ മലങ്കര 7 വൻകരയാണ്. ഈ മലങ്കര എന്ന് പറയുന്ന കുഞ്ഞു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ അദ്ദേഹം അപ്ലോഡ് ചെയ്തപ്പോൾ 7 വൻകരയിലും ആൾക്കാർ അത് കണ്ടു. ഈ വരാന്ത, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം, അത് അദ്ദേഹത്തിന് മാത്രം സ്ഥലമല്ല, അത് ജിദ്ദയാണ്, ഷാർജയാണ്, സിംഗപ്പൂരാണ്, ന്യൂയോർക്കിലാണ്. ആ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുള്ള ആൾക്കാർ പോലും എന്ത് കണ്ടു? ഈ സ്ഥലം കണ്ടു. ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ, ഡിജിറ്റൽ കൊണ്ട് മനുഷ്യൻ ലോകത്തെ മുഴുവൻ കാണുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു, അല്ലേ? ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുകയാണ്. ഇതാ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു, പറയൂ മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്ചരെ, നിങ്ങളാകെ എത്ര GB? GB അല്ലേ? ഫോണിൻ്റെ സ്റ്റോറേജിനല്ലേ GB എന്ന് പറയാ. എത്ര GB? ഇതാ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു, പറയൂ മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്ചരെ. മലകളെ, ഭൂമിയുടെ പ്രകൃതിയുടെ സൗന്ദര്യങ്ങളെ, മലകളെ, മരങ്ങളെ, കുറുമരെ, കുറുമർ ആദിവാസി ഗോത്രമാണ്. കുറുമരെ, കുറിച്ചരെ, ഇവരും കുറുമർ കുറിച്ചരൊക്കെ ആദിവാസി ഗോത്രങ്ങളാണ്. പറയൂ മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്ചരെ, നിങ്ങളാകെ എത്ര ജീവി? നിങ്ങളെപ്പോലും ഞങ്ങൾ വിലക്ക് വാങ്ങിയിരിക്കുന്നു. ആധുനിക സമൂഹം മനുഷ്യരെയും പ്രകൃതി സൗന്ദര്യത്തെയും വിലക്ക് വാങ്ങി അതിനെ ലോകത്തെ മുഴുവനിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കവിത പറയുന്നത് എന്താണ്? കാറ്റേ കടൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ PP രാമചന്ദ്രൻ്റെ കവിതയാണ് ബത്തേരിക്കടുത്ത മലങ്കരയിൽ. ഈ കവിതയിൽ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, ആധുനിക ലോകം സൗന്ദര്യത്തെ പോലും ഫോൺ വഴി, ഡിജിറ്റൽ വഴി ലോകത്തെ മുഴുവൻ എത്തിക്കുന്നു. ഇത്തരത്തിൽ സൗന്ദര്യത്തെ കണ്ണുകൾ കൊണ്ടല്ല, ക്യാമറ കൊണ്ടാണ് ആൾക്കാർ കാണാൻ ശ്രമിക്കുന്നത്. അല്ലടാ, നിങ്ങൾ ടൂർ പോയാൽ എന്താ ചെയ്യുക? കണ്ണുകൊണ്ടാണോ എല്ലാം കാണുക? അല്ല, ക്യാമറ എടുക്കും, എല്ലാം വീഡിയോ എടുക്കും, റീലാക്കും, സ്റ്റോറിയാക്കും. കണ്ണുകൊണ്ട് നമ്മൾ പ്രകൃതിയെ കാണുന്നില്ല, ക്യാമറ കൊണ്ടാണ് കാണുക. എന്നിട്ട് സ്റ്റോറി ഇടും, റീലിടും. ആൾക്കാർ, ലോകത്ത് മുഴുവനുള്ള ആൾക്കാർ അതിന് കമൻ്റ് ഇടും, ഷെയർ ചെയ്യും, ലൈക്ക് ഇടും. അതിലാണ് നമ്മുടെ ആനന്ദം. കണ്ണുകൊണ്ട് കാണേണ്ട പ്രകൃതി നമ്മൾ കാണുന്നില്ല മക്കളെ, മറിച്ച് ഫോൺ കൊണ്ട് നമ്മളിങ്ങനായി വിരൽ കൊണ്ട് മാറ്റിയെടുക്കുന്ന ടച്ച് ഫോണിൻ്റെ സ്ലൈഡുകളിലാണ് പ്രകൃതി ഒതുങ്ങിപ്പോകുന്നത്. അത്തരത്തിൽ പ്രകൃതിയുടെ മുകളിലേക്ക് നാം കൈയെടുത്തുന്ന ആധുനിക മനുഷ്യൻ്റെ കച്ചവട തന്ത്രങ്ങളും ഫോൺ വഴി നമ്മൾ നേടിയെടുക്കുന്ന
പ്രകൃതിയുടെ സൗന്ദര്യബോധവും എല്ലാം തന്നെ വിമർശിക്കുകയാണ് നമ്മുടെ പി രാമചന്ദ്രൻ ഈ കവിതയിലൂടെ. മനസ്സിലായില്ലേ കവിത? സുന്ദരമായ ആധുനിക കാലത്ത് സമകാലിക കാലത്ത് വളരെയധികം പ്രസക്തിയുള്ള കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കൽ എന്ന് പറയുന്ന കവിത. ഇതിൽ പ്രകൃതിയോടുള്ള ആധുനിക മനുഷ്യൻ്റെ സമീപനവും ഭാവവുമാണ് പ്രകടമാകുന്നത്. എല്ലാ സൗന്ദര്യവും കണ്ണുകൊണ്ട് കാണാതെ ഫോൺ കൊണ്ട് കണ്ട് അത് ലോകത്തെ മുഴുവൻ എത്തിച്ച് അതിൽ ലൈക്കുകളും ഷെയറുകളും കൂടുമ്പോൾ അതിൽ ആനന്ദിക്കുന്ന പുതിയ തലമുറയെ, പ്രകൃതിയുടെ മുകളിൽ ശക്തമായ അക്രമവും പ്രകൃതി നശീകരണവും ചെയ്യുന്ന തലമുറയെ ഈ കവിതയിലൂടെ പി രാമചന്ദ്രൻ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കി പോകാം. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. വരികളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക. അല്ലെ, ഈ വരികളുടെ അർത്ഥങ്ങൾ വിശദീകരിക്കുക. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. നോക്കാം. കവി വയനാട്ടിലുള്ള സുഹൃത്തിൻ്റെ വാടക വീട്ടിലിരുന്ന് അല്പം അകലേക്ക് നോക്കിയപ്പോൾ അവിടെ വയലുകളും ഞാറ്റടിയും കുറുമർ നിലം ഉഴുതുമറിക്കുന്നതും കാക്കകളും കൊക്കുകളും മറ്റും വയലിൽ വന്നിരിക്കുന്നതും മറ്റും കണ്ടു. അല്ലേ, കവി വയനാട്ടിലെ ബത്തേരിക്കടുത്ത് മലങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരിക്കുകയാണ്. അവിടെ പ്രകൃതി മനോഹരമായ ദൃശ്യം കണ്ടു. കാക്കകളും കൊക്കും പോത്തും ആ കുറുമറും ആ ചെളിയും ചാറ്റൽ മഴയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ സെൽഫോൺ എടുത്ത് അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. താമസിയാതെ ലൈക്കുകളും കമൻറ്റുകളും ഘോഷയാത്രയായി വരാൻ തുടങ്ങി. വയനാട്ടിൽ ഇപ്പോഴും പ്രകൃതി ഭംഗി നശിച്ചു പോയിട്ടില്ലെന്നും കർഷകർക്ക് അവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും ചിലർ കമൻറ്റ് ചെയ്തു. ഭൂമിയുടെ പച്ചപ്പ് കുറച്ചെങ്കിലും നിലനിർത്തുമെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. ഇപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇട്ട ഈ പോസ്റ്റിന്. പച്ചപ്പുള്ള വസ്തുക്കൾ വില കൊടുത്ത് വാങ്ങിച്ചാലും തരക്കേടില്ല, അവയെ നിലനിർത്താൻ കഴിയുമല്ലോ എന്ന് മറ്റു ചിലർ. നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയെക്കുറിച്ച് മത്സരിച്ച് അഭിപ്രായം പറയുന്നവർ ലോകത്തിൻ്റെ നാനാകോണിലുമുള്ളവരാണ്. ഇപ്പോൾ ഈ മെസ്സേജിന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ലോകത്തിൻ്റെ നാനാകോണിലുള്ളവരാണ്. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് ഈ ബത്തേരിക്കടുത്ത് മലങ്കര എന്ന് പറയുന്ന ചെറിയ സ്ഥലത്തിരുന്ന് കവി ഫോട്ടോ എടുത്ത ചിത്രത്തിൽ ലൈക്കും കമൻറ്റുകളും ചെയ്യുന്നത്. കവി വിശ്രമിക്കുന്ന വീട്ടുവരാന്ത ലോകത്തിലെ 7 വൻകരയിലുമുള്ളവരുടെ ശ്രദ്ധയും പരിഗണനയും നേടിയിരിക്കുന്നു. അല്ലെ, കവിയായിരിക്കുന്ന വീട്ടിലിരുന്നു കൊണ്ട് ലോകത്തിൽ 7 വൻകരയിൽ ഇരിക്കുന്നവരുടെ ശ്രദ്ധയും പരിഗണനയും നേടി. ടെക്നോളജിയാ, അല്ലെ, സാങ്കേതികത എന്ന് പറയുന്നു. ഇവിടെ കവി തൻ്റെ ഫോട്ടോകൾക്ക് താഴെ കമൻറ്റിട്ട വ്യത്യസ്ത രാജ്യത്ത് താമസിക്കുന്നവരും വ്യത്യസ്ത ചിന്താഗതിക്കാരുമായ ആളുകൾ യഥാർത്ഥ പരിസ്ഥിതിവാദികളോ ജൈവ വൈവിധ്യ സംരക്ഷകരോ ആണെന്ന് വിശ്വസിക്കുന്നില്ല. അല്ലേ, ഇദ്ദേഹം ഇട്ട സ്റ്റാറ്റസിന്, സ്റ്റോറിക്ക്, ഫോട്ടോക്ക് ലൈക്കുകളും ഷെയറുകളും ഇട്ടവർ യഥാർത്ഥ പരിസ്ഥിതി സ്നേഹികളാണോ? അല്ല, അവരും ഇതേപോലെ സമയം പോകുവാൻ വേണ്ടി മാത്രം ഈ ഫോൺ ഉപയോഗിക്കുന്നവരായി മാറുന്നു. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരുടെ പൊതു സ്വഭാവം എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുന്നതാണ്. എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുക, കമൻ്റ് ഇട്ട് നാറ്റിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചില കമൻറ്റോളുകളുടെ അഭിപ്രായം, സ്വഭാവം. അതാണ് ഇവിടെയും കാണുന്നത്. ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി ഫോട്ടോ ഇട്ടപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വന്നു തുടങ്ങുന്നു. ആധുനിക കാലത്ത് എല്ലാത്തിനെയും കമൻ്റ് വൽക്കരിക്കുന്ന സ്വഭാവം ഇവിടെ കാണാൻ സാധിക്കുന്നു. അഭിപ്രായം മനസ്സിൽ തട്ടിയുള്ളതോ ആത്മാർത്ഥതയുള്ളതോ ആയിരിക്കണമെന്നില്ല എന്നാണ് കവിയുടെ വിവക്ഷ. ഈ കമൻറ്റുകളൊക്കെ ഇട്ടവർ ആത്മാർത്ഥമായ സത്യസന്ധതയുള്ളവരല്ല, മറിച്ച് എന്താണ്, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ചുരുക്കം സ്വഭാവ പ്രകടനങ്ങളാണ് ഈ ചോദ്യങ്ങൾ, ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. സെറ്റലട. അടുത്തൊരു ചോദ്യം. ക്യാമറ തുടരെ ക്ലിക്കി, ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു, വന്നു കമൻറ്റുകൾ, തിരുതകൃതിയായി ചാറ്റൽ. അല്ലേ, ക്യാമറ എടുത്ത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു, തുടരെ കമൻറ്റുകളും ചാറ്റിങ്ങും വരാൻ തുടങ്ങി. സുസ്ഥിര വികസന കാഴ്ചപ്പാട്. സുസ്ഥിര വികസനം വെച്ചാൽ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസനം. സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തെ പരിഹസിക്കുകയല്ലേ കവി ചെയ്യുന്നത്? വിമർശനാത്മകമായി വിലയിരുത്തുക. ഇപ്പോൾ കവി എന്തു ചെയ്യുകയാണ്? ഈ സുസ്ഥിര വികസനത്തെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നതെന്നാണ് ചോദ്യം. നിങ്ങൾ അഭിപ്രായം വ്യക്തമാക്കുക, വിമർശനമായി അഭിപ്രായം വ്യക്തമാക്കുക എഴുതാനാണ് ചോദ്യം. നോക്കാം. വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിച്ചും പരിസ്ഥിതി ആഘാതങ്ങൾ കുറച്ചും കൈവരിക്കുന്ന വികസനത്തെയാണ് പൊതുവെ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതായത് പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് എന്ത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത്.
വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുന്നതിലൂടെ അവരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമുണ്ട്. മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഭാവി എല്ലാവർക്കും കൈവരിക്കുന്നതിനുള്ള മാതൃകകളാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. അല്ലേ? എല്ലാ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഇത്തരം ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തികളുടെ മനോവ്യാപാരങ്ങളിലും പ്രവൃത്തികളിലും മറ്റും കാര്യമായ മാറ്റം വരണം. കവിക്ക് പോലും അതിന് കഴിയുന്നില്ല. കവിക്ക് പോലും ഈ പ്രകൃതി നിലർത്തിക്കൊണ്ട് വികസനം സാധ്യമാക്കാൻ കഴിയുന്നില്ല. ഉടനെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടില്ലേ, ലോകം മുഴുവൻ അറിയിച്ചില്ലേ. ഇനി ആ പ്രകൃതി ഭംഗിയെ മറ്റ് കച്ചവടക്കാരും ഹോട്ടൽ മുതലാളിമാരും സ്പാകാരും പിന്നെന്താണ് റെസ്റ്റോറൻറ്റുകാരും വന്ന് പൊതിയും. എന്നിട്ട് ആ പ്രകൃതിയൊക്കെ നശിപ്പിച്ച് അവിടെ വലിയ ഹോട്ടലുകൾ പണിയും ടൂറിസത്തിന് വേണ്ടി. അപ്പോൾ പ്രകൃതിയെ പോലും ബിസിനസ്സാക്കി മാറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നവ സമൂഹ മാധ്യമങ്ങളുടെ പിടിയിലമർന്നു പോയ മനുഷ്യർക്ക് തങ്ങളുടെ മനസാക്ഷിയോട് കൂറു പുലർത്താൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. തൂലിക വിറ്റ് കിടിലൻ ഫോൺ വാങ്ങിയ കവി പുതിയ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് അതിനനുസരിച്ച് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. പക്ഷേ കവി മനസ്സിൽ നന്മയുണ്ട്. പരിസ്ഥിതി ബോധം തൊലിപ്പുറമേയുള്ള ഒരു വികാരമാണ് ഇന്ന് മിക്കവർക്കും. അല്ലേ? പരിസ്ഥിതി ബോധം നമ്മുടെ തൊലിയുടെ പുറത്തുള്ള നമ്മുടെ വികാരമായി മാറണമെന്ന് കവി പറയുന്നു. പിന്നെയോ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്നവരാണ് അധികവും. എന്നാൽ പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് ഒരുപാട് പേര് വെറുതെ പറയുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥമായി നമുക്ക് പറയാൻ സാധിക്കണം പരിസ്ഥിതിയെ നശിപ്പിക്കാൻ പാടില്ല എന്ന്. യഥാർത്ഥത്തിൽ സുസ്ഥിര വികസന മാതൃക നടപ്പാക്കിയാൽ താൽക്കാലികമായി പലർക്കും പലതും നഷ്ടമാകും. ഈ യാഥാർത്ഥ്യം മൂടിവയ്ക്കപ്പെടുകയും മിഥ്യയായ പരിസ്ഥിതി സ്നേഹം വെളിച്ചപ്പെടുകയും ചെയ്യുന്നതിനെ ഈ വരികളിലൂടെ യഥാർത്ഥത്തിൽ കവി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സുസ്ഥിര വികസനം, പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് വികസനം വേണമെന്ന് വാദിക്കുന്ന ഒരുപാട് പേരും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് വികസനം വാദിക്കുന്നവരാണ്. അവരെല്ലാം തന്നെ ഈ വരിയിലൂടെ കവി എന്തു ചെയ്യുകയാണ് മക്കളെ? പരിഹസിക്കുകയാണ്, വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്താണ്? മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കും മലർന്നു കിടക്കിയല്ലേ മലനാട്ടു മണ്ണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും സമന്വയിപ്പിച്ച് എത്രമാത്രം ആകർഷകമായിട്ടുണ്ട്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും മക്കളെ. കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. കുറിപ്പ് തയ്യാറാക്കുക. നോക്കാം. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിലെ പ്രയോഗഭംഗി അല്ലേ? മനയോല തേച്ച് മുഖം മിനുക്കിന്ന് പ്രയോഗഭംഗിയില്ലേ? ധ്വന്യാത്മകതയും ഏറെയുള്ള വരികളാണിത്. കഥകളി എന്ന കേരളീയ കലയുടെ സവിശേഷതകളുടെ സൂചനകളിലൂടെ കേരളത്തിൻ്റെ ഹരിതഭംഗിയും കലാപാരമ്പര്യവും വ്യക്തമാക്കാനാണ് കവി ഇവിടെ ശ്രമിക്കുന്നത്. കഥകളിയിലാണ് മനയോല തേച്ച് മുഖം മിനുക്കുക എന്ന പ്രയോഗം കടന്നു വരിക. മനയോല എന്നാൽ കഥകളി നടൻ മുഖത്തു തേക്കുന്ന പച്ച നിറത്തിലുള്ള വസ്തുവാണ്. അല്ലെ? മനയോല കഥകളിയിൽ ആ കഥകളി നടൻ മുഖത്ത് ഇങ്ങനെ പച്ചയോല ഇങ്ങനെ അല്ലെ മിനുക്കോല ഇങ്ങനെ തേക്കും. ഇപ്പം എന്താണ് പറയുന്നത്? മനയോല ഇങ്ങനെ തേക്കും. ചുട്ടികുത്തുക എന്നാൽ കഥകളി കലാകാരൻ്റെ മുഖത്ത് ഓരോ വേഷത്തിനനുസരിച്ചുള്ള രൂപമാറ്റം വരുത്തുക എന്നർത്ഥം. ചുട്ടികുത്തുക എന്ന് പറഞ്ഞാൽ കഥകളി നടൻ്റെ മുഖത്ത് ഓരോ വേഷത്തിനും ഓരോ ഭാവങ്ങൾ, ഓരോ വേഷങ്ങൾ കൊടുക്കും, ഓരോ ചുട്ടി കുത്തി കൊടുക്കും. അതിനെയാണ് രൂപമാറ്റത്തിനാണ് ചുട്ടികുത്തുക എന്ന് പറയുക. കഥകളിക്ക് വേണ്ടിയുള്ള മേക്കപ്പ് എന്ന് തന്നെ പറയാം. ഏത് തരത്തിലുള്ള പരുവപ്പെടുത്തലിനും യോജിച്ച അന്തരീക്ഷവും ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് കേരളത്തിലുള്ളത്. മാറ്റങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന നാടാണ് കേരളം. പക്ഷേ ആ മാറ്റങ്ങൾ ജനങ്ങളുടെ ദീർഘനാളത്തെ നിലനിൽപ്പിനെ മാനിക്കുന്ന വികസനം ആയിരിക്കണമെന്ന് കവി കരുതുന്നു. അല്ല മക്കളെ, കവി എന്താ പറയണത്? ആ കഥകളി നടൻ മുഖത്ത് പനയോല തേച്ച് മുഖം മിനുക്കുന്നത് പോലെയാണ് പ്രകൃതി. അത്രയും മനോഹരമായി പച്ച കുത്തി ചുട്ടി കുത്തി ആ പ്രകൃതി ഇങ്ങനെ മലനാട്ടു മണ്ണ് നിറഞ്ഞു നിൽക്കുന്നു. അപ്പം കഥകളിയുടെ ദൃശ്യഭംഗിയോടെ പ്രകൃതി ഭംഗിയെയും കൂട്ടി വായിക്കുകയാണ് ഇവിടെ ആരോ ചെയ്യുന്നത്? കവി ചെയ്യുന്നതെന്ന് സാരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ് മക്കളെ? പരിസ്ഥിതി സ്നേഹം പ്രകടനപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം സ്ഥലങ്ങളിലാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത്? വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക. പരിസ്ഥിതി സ്നേഹം പ്രകടനപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത്? ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാൻ ചിലപ്പോൾ ചോദ്യം വരാം. ഒരു കുഞ്ഞ് ആസ്വാദനം തയ്യാറാക്കാം. ഒരു മാതൃക സാറ് പറഞ്ഞുതരാം. ആദ്യം എഴുത്തുകാരൻ്റെ പേര് എഴുതണം, ആമുഖം വേണം. പി രാമചന്ദ്രൻ്റെ ഏറെ പ്രശസ്തമായ കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. നമ്മുടെ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാത്ത വിധം പരിസ്ഥിതി നാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറെ ഉത്കണ്ഠിതനാണ് ഈ കവി. അല്ലേ? പ്രകൃതി ലോകത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ഇന്ന് സംഭവിക്കുന്നത്. ആ പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ, അല്ലേ, നാശങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളിലും ഈ വികാരം തന്നെയാണ് പ്രകടമായിട്ടുള്ളത്. ഈ പി പി രാമചന്ദ്രൻ്റെ മിക്ക കവിതകളിലും പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെതിരെയുള്ള ശബ്ദങ്ങൾ കാണാൻ സാധിക്കും. കാറ്റേ കടലേ എന്ന കവിത ഏറെ വായിക്കപ്പെട്ടതാണല്ലോ. അത്തരം ജനസിൽപ്പെടുന്ന കവിതയാണ് ഇതും. അദ്ദേഹത്തിൻ്റെ കാറ്റേ കടലേ എന്ന് പറയുന്ന പ്രകൃതി സ്നേഹമുണർത്തുന്ന കവിത പോലെ തന്നെ പ്രധാനപ്പെട്ട കവിതയാണ് നമ്മുടെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. അത്തരം ജനസിൽപ്പെടുന്ന കവിതയാണ് ഇതും. പക്ഷേ ഈ കവിതയിൽ ആധുനിക ലോകത്ത് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന നവസമൂഹ മാധ്യമങ്ങളും വിചാരണയ്ക്ക് വിധേയമാവുന്നു എന്നൊരു വ്യത്യാസവുമുണ്ട്. എന്ത് കണ്ടാലും അതൊക്കെ ഫോട്ടോയോ വീഡിയോയോ റീലോ ഒക്കെയാക്കി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അത് കാണാനിടയായവർ നിരുത്തരവാദപരമായി എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റുകളും കിട്ടിയ ലൈക്കുകളും നോക്കി ആനന്ദ തുന്തിരനായി ഇരിക്കുക. ഇതൊക്കെ ഇന്ന് നാം കാണുന്ന പ്രവണതകളാണ്. ഇത്തരം പ്രവർത്തനം ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു സമൂഹ പ്രവർത്തനമാണെന്ന് പറയാനാകില്ല, അല്ലേ? എന്ത് കണ്ടാലും എന്തു ഭംഗി കണ്ടാലും അതിനെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ട് റീലാക്കി മാറ്റി അതിനെയൊക്കെ ആൾക്കാരുടെ കമൻറ്റിനും ഷെയറിനും വേണ്ടി മാത്രം ചിന്തിക്കുന്ന ആധുനിക തലമുറയിൽപ്പെട്ട ആൾക്കാരെ, പ്രകൃതിയെ സ്നേഹിക്കാതെ പ്രകൃതിയെ ആക്രമിക്കുന്ന, പ്രകൃതി നശിപ്പിക്കുന്ന ആധുനിക തലമുറയിൽപ്പെട്ട ആൾക്കാരെ വിമർശിക്കുകയാണ്, പരിഹസിക്കുകയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്ന കവിതയിലൂടെ പി പി രാമചന്ദ്രൻ. ഇപ്പം മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ കവിതയും ഇതിലെ കുറച്ച് ചോദ്യങ്ങളും പരിചയപ്പെട്ടു. ഇതിനും വിശദമായുള്ള ക്ലാസ് ഈ എക്സാമിനറിൻ്റെ SLC ബാച്ചിലുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ട മുത്തുമണികളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. SLC ഫുൾ A+ എന്നൊരു കടമ്പ SLC എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.